ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സറാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്.
കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പുഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവെച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പതക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരെ കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6ാമത് യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. ആഗസ്റ്റ് 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണ നാളിൽ മടക്കയാത്ര നടത്തുക. ചർലപ്പള്ളിയിൽ നിന്ന് കട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് സെപ്റ്റംബർ 5 വരെ ലഭ്യമാകും. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും സെപ്റ്റംബർ 3 വരെ സർവീസ് നടത്തും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16ാമത് ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ A വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കി നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ.
ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.